ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രൈസ്തവ കേന്ദ്രമാണല്ലോ ആലപ്പുഴ. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലം. വലിയ പ്രതാപത്തോടു കൂടി തന്നെ ഈ പട്ടണത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. തച്ചിൽ മാത്തൂത്തരകനെ പോലെയുള്ള വിഖ്യാതരായ ബിസിനസ്സുകാര്, വ്യാപാരികള്, അതുപോലെ മറ്റെല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ, സാമ്പത്തികവും വാണിജ്യപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്ന നസ്രാണികളുടെ പുരാതനമായ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ് ഇവിടെയുള്ള ദേവാലയങ്ങളെല്ലാം തന്നെ. അതിൽ ഈ പുത്തനങ്ങാടി എന്ന പേര് തന്നെ വരാൻ കാരണം ആലപ്പുഴയുടെ വ്യാപാര പ്രാധാന്യമായിരുന്നു. ആലപ്പുഴ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള വ്യാപാരങ്ങൾ അതിൻ്റെ സർവ തികവോടുകൂടി നടത്തപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. അങ്ങനെ നല്ല ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഒരു പട്ടണമായിരുന്നു ആലപ്പുഴ. പിന്നീട് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായി ആലപ്പുഴ മാറി. അതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളത്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, കയർ ഫാക്ടറികൾ, അതുപോലെ മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ കോളനി കെട്ടി താമസിക്കുന്ന ഒരു രീതിയുമൊക്കെ ഉണ്ട്. അതിപ്പോഴും അവർ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ഈ വ്യാപാര പ്രാധാന്യം കണ്ടുകൊണ്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ ഈ പള്ളിയുടെ ചുറ്റുമായി വലിയ തരത്തിലുള്ള വ്യാപാര പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടാണ് ഇതിന് ഈ ഭാഗത്തിന് പുത്തനങ്ങാടി എന്ന പേര് വന്നത്. ചക്കരക്കടവ് എന്നുള്ള പേര് വന്നതിന്റെ കാരണം ചക്കരയുടെ മൊത്ത വ്യാപാരം ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുക. ഏതായാലും പുത്തനങ്ങാടിയിൽ ക്രൈസ്തവ സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം വേണമെന്ന് 1744 ആലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജാവിനാണ് ഇവിടുത്തെ കാർന്നോന്മാര് നിവേദനം കൊടുക്കുന്നത്. സാധാരണ പള്ളി തുടങ്ങുന്നത് പറഞ്ഞ് മെത്രാന്മാർക്കാണ് നിവേദനം കൊടുക്കുന്നത്. നമ്മുടെ കാർന്നോന്മാര് നിവേദനം കൊടുത്തത് ചെമ്പകശ്ശേരി രാജാവിനാണ്. അദ്ദേഹം അന്ന് ഖജനാവിൽ നിന്ന് 2000 ചക്രം അനുവദിച്ചു. അങ്ങനെ 1745 സെന്റ് ജോർജിന്റെ നാമത്തിൽ ഇവിടെ ഒരു ദേവാലയം സ്ഥാപിതമായി എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊക്കെ വിളിച്ചു പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം സർക്കാർ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ചോണം, കൊണ്ടുപോകാതെ. ഏതായാലും ഒരു രാജാവ് തൻ്റെ പ്രജകൾക്ക് ആവശ്യമായ ആരാധനാ സൗകര്യം നൽകി. അത് വ്യത്യസ്തമായ ഒരു മതത്തിൽ നിന്നുള്ള ആൾക്കാരായിട്ട് പോലും അത് നൽകി എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ എന്നും നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിന്റെ വലിയ ഒരു സാക്ഷ്യമാണ്. ഒരുപക്ഷെ വർഗീയമായിട്ടെല്ലാം സമൂഹത്തെ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ കാലയളവിൽ അതിൻ്റെയൊക്കെ ഒരു വലിയ എതിർസാക്ഷ്യമാണ് ഇതുപോലെയുള്ള ദേവാലയങ്ങൾ. അങ്ങനെ ഈ 1745 മുതലെങ്കിലും ഇവിടെ നിയതമായ ഒരു ആരാധന നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ അതിരൂപതയൊക്കെ സ്ഥാപിതമാകുന്നത് 1887 ഇന്ന് കാണുന്ന ഈ ദേവാലയത്തിന് 1939 അഭിവന്യ ജെയിംസ് കാളാശ്ശേരി പിതാവ് അടിസ്ഥാന ശില സ്ഥാപിച്ച് 1954 അഭിവന്യ കാവുകാട്ട് പിതാവ് കൂദാശ ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദേവാലയം. അതാണ് ഇന്ന് വീണ്ടും നവീകരിച്ച് കൂദാശ ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം പറയുന്നത് മഹോന്നതമായ ഒരു ചരിത്രമുള്ള ക്രൈസ്തവ സമൂഹമാണ് ഈ ആലപ്പുഴയിലെ ക്രൈസ്തവ സമൂഹം. അതിനെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കണം. അതോടൊപ്പം വലിയ വ്യാപാരികളായിരുന്നിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധി നേടിയ ഒരു ജനതയായിട്ടും വിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ പൂർവികർ നടത്തിയ വലിയൊരു പരിശ്രമം, അതെല്ലാം നമ്മൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു ദേവാലയത്തോടുള്ള ഒരു ബന്ധം വിശ്വാസത്തോടുള്ള നമ്മുടെ അടുപ്പത്തിന്റെ പ്രകാശനമാണ് എന്ന് പറയുന്നതിന്റെ കാരണം. നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവനാണെങ്കിൽ, തമ്പുരാനിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ദേവാലയത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കും.
ദേവാലയത്തെ അതിമനോഹരമായിട്ട് നമ്മൾ സൂക്ഷിക്കും. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം പേറുന്ന ഇടമാണ്. നമ്മൾ ലൗകികമായ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധമായ ഒരു ഇടത്തിലേക്ക് കയറി നിൽക്കാനായിട്ടാണ് ദേവാലയങ്ങൾ പണിയപ്പെടുന്നത്. ഇതൊരു സീക്രട്ട് സ്പേസ് ആണ്. നമ്മൾ ലോകത്തിൻ്റെതായ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരാനും സ്വർഗീയമായ ഒരു അനുഭവം നുകരാനും എല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് ഈ സ്വർഗീയമായ ഇടം, ഈ സീക്രട്ട് സ്പേസ്. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയം പണിയുന്നത് ഒരു ഹോള് പണിയുന്നത് പോലെയോ ഓഡിറ്റോറിയം പണിയുന്നത് പോലെയോ ഒന്നുമല്ല. അതെല്ലാം വളരെ പ്രതീകാത്മകമായിട്ടാണ്. സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹ, അത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ മാത്രം നമുക്ക് സംലഭ്യമാകുന്ന ദിവ്യമായ ഒരു ദർശനമാണ് മദ്ബഹായുടേത്. കാരണം അത് സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതൊരു വിരിയൊക്കെ ഇട്ട് മറച്ചിരിക്കുകയാണ്. അത് അവിടെ എന്തോ രഹസ്യം നടക്കുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് അത് മനുഷ്യന്റെ കണ്ണുകൾക്ക് ഒരിക്കലും കാണാനാവാത്ത ഒരു ദിവ്യ രഹസ്യമാണ് സ്വർഗം. നമ്മുടെ ദൈവം, നമ്മളൊക്കെ എത്രമാത്രം നമ്മുടെ ബുദ്ധി കൊണ്ട് പരിശ്രമിച്ചാലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെയൊക്കെ ബുദ്ധിക്ക് അപ്പുറത്താണ്, ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ അപ്പുറത്തുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ്, ദൈവത്തിന്റെ അപരിമേയതയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മദ്ബഹായെ ഏറ്റവും പവിത്രമായിട്ട് സൂക്ഷിക്കുകയാണ്. ഹോളി ഓഫ് ഹോളീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്, പരിശുദ്ധിയുടെ പരിശുദ്ധ സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സാധാരണ വസ്ത്രങ്ങൾ പോലും ധരിച്ച് അതിനകത്ത് കയറാറില്ല. പുരോഹിതര് അവര് തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് അതിനകത്ത് കയറുക. ശുശ്രൂഷികൾ പോലും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് കയറുന്നത്. കാരണം അതൊരു സാധാരണ ഇടമല്ല, അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. അവിടുത്തെ ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനമാണ്. ആ രീതിയിൽ ദൈവിക ദർശനം നൽകുന്ന ഒരിടമാണ് ഈ ദേവാലയം. ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഈ ബേമ എന്ന് പറയുന്ന വചന വേദി അത് ജെറുസലേമിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വചനം പ്രഘോഷിച്ച ഇടം. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും കുറെ തീർത്ഥാടനങ്ങൾ തന്നെയുണ്ട്. വിരി തുറന്ന് വൈദികൻ ബലി ആരംഭിക്കാനായിട്ട് കടന്നു വരുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ കർത്താവ് കടന്നു വരുന്ന അതേ അനുഭവമാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും ദൈവത്തിന്റെ വചനവുമായിട്ട് മുഖം മറച്ചുകൊണ്ട്, ബൈബിള് കൊണ്ട്, സുവിശേഷം കൊണ്ട് മുഖം മറച്ച് വൈദികൻ ജനങ്ങളുടെ അടുക്കലേക്ക് വരും. വീണ്ടും അത് മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്ന ഒരു യാത്രയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു യാത്ര. പിന്നെ കുറെ നേരം കഴിയുമ്പോൾ വൈദികൻ ജനത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാവും കൂദാശ പരികർമ്മത്തിനായിട്ട്. പിന്നീട് ഈ വൈദികൻ പുരോഹിതൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പരിശുദ്ധ കുർബാനയുമായിട്ട് ജനങ്ങളിലേക്ക് കടന്നു വരും. ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുമുള്ള കുറെ തീർത്ഥാടനങ്ങളാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നടക്കുക എന്ന് നമുക്ക് ധ്യാനപൂർവ്വം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് സ്വർഗീയ ആരാധനയെ അവതരിപ്പിക്കുന്ന ഇടമാണ് ദേവാലയം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും മനോഹരമായിട്ട് പണിതുയർത്തുന്നതും ഇതിന്റെ കലയും അലങ്കാരങ്ങളും എല്ലാം നമ്മളെ ഉന്നതത്തിലേക്ക്, നമ്മുടെ ചിന്തകളെ എല്ലാം ക്ഷണിക്കുന്നതും. ഞാൻ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ ഒരു വലിയ ചോദ്യമായിരുന്നു, ഈ പള്ളിയൊക്കെ എന്തിനാണ് ഇത്രയും പൊക്കത്തിൽ പണിയുന്നത്? അതെല്ലാം മിക്കവാറും കൈകൂപ്പി നിൽക്കുന്നത് പോലെയാണ്. നമ്മുടെയൊക്കെ പഴയ പള്ളികളുടെ എല്ലാം ഒരു ആകൃതി തന്നെ. ആ പള്ളി ദേവാലയത്തിന്റെ ഗോപുരങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മുടെ പള്ളി അപ്പുറത്തെ പള്ളിയേക്കാൾ ഇച്ചിരി കൂടെ കേമമായിട്ട് ഇരുന്നോട്ടെ എന്നോർത്തല്ല. അതെല്ലാം സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തുന്ന ഒരു പ്രതീകമായിട്ടാണ് അതെല്ലാം ക്രമീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അതെല്ലാം ഉയർന്ന പ്രതലങ്ങളിൽ ഈ ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതും വളരെയേറെ ഉയർത്തി ഇത് പണിയുന്നതുമെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ കുർബാന തന്നെ ദൈവിക രഹസ്യങ്ങളുടെ ഒരു അനാവരണമാകുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ദേവാലയമെല്ലാം നമ്മൾ പണിതുയർത്തുന്നത്, വളരെ പ്രതീകാത്മകമായി. വൈദികനാണെങ്കിലും ഒരു പ്രതീകമാണ്. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ്, എന്തുകൊണ്ടാണ് ഈ വൈദികൻ തിരുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്നത്? അത് അച്ഛനിച്ചിരി മിടുക്കനായിട്ട് നിന്നോട്ട് എന്നുള്ള ഓർത്തല്ല, മറിച്ച് ഉദ്ധിതനായ ഈശോയുടെ മഹത്വം, ഇന്നത്തെ മനുഷ്യന്
സംലഭ്യമാക്കാൻ നമുക്കറിയാവുന്ന പ്രതീകങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഈ സുവർണ നിറമുള്ള വസ്ത്രങ്ങളൊക്കെ ഉള്ളൂ. അതെല്ലാം ധരിച്ച് ഉദ്ധിതനായ ഈശോയെ അദ്ദേഹം പുനരവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ജനങ്ങളെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ, ഉദ്ധിതനായ മിശിഹായെ പ്രതിനിധാനം ചെയ്യുന്നു. മധുബഹായെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ആ നിൽപ്പിന്റെ എല്ലാം അർത്ഥം. അത് സ്വർഗത്തെ നോക്കി ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്ന് വൈദികൻ ചൊല്ലുമ്പോൾ അദ്ദേഹം ജനങ്ങളിൽ ഒരുവനായി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതേസമയം നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രതീകത്തിന്റെ സമ്പന്നതയിൽ, പ്രതീകങ്ങളുടെ സമ്പന്നതയിൽ ധ്യാനിക്കപ്പെടാണ് നമുക്ക് പരിശുദ്ധ കുർബാന എന്ന ദിവ്യരഹസ്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെല്ലാം സഹായിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണ് നിങ്ങളുടെ ദേവാലയം. അത് നമ്മുടെ പൗരസ്ത്യ ആരാധനാക്രമം അനുസരിച്ച്, അതിന്റെ ചൈതന്യം അനുസരിച്ച് പുനരുദ്ധരിക്കപ്പെട്ട മധുബഹായും അതുപോലെ ഇന്ന് പുനരുദ്ധരിക്കപ്പെടുന്ന മറ്റ് ഭാഗങ്ങളുമെല്ലാം, അതെല്ലാം നമുക്ക് ദേവാലയത്തോടുള്ള ഒരു വലിയ ബന്ധവും നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും അതോടൊപ്പം ആ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുവാനുള്ള നമ്മുടെ ഒരു മനോഭാവവും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദേവാലയത്തെ സ്വന്തം എന്നതുപോലെ സ്നേഹിക്കാം. ഈ ദേവാലയം ഇവിടെ ഉയരാൻ കാരണമായത് ഇവിടെ ജീവിച്ച ഒരു വിശ്വാസ സമൂഹമാണ്. നമുക്കറിയാം, നമ്മുടെ കാരണവന്മാര് അവരെവിടെല്ലാം പോയോ അവിടെ എല്ലാം അവർ പള്ളി വെക്കുമായിരുന്നു. കാരണം പള്ളി അവരുടെ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഘടകമായിരുന്നു. നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് സാരമായ സംശയമുണ്ട്. അവര് കുറെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പള്ളി വേണം, പരിശുദ്ധ കുർബാന വേണം, ദിവ്യരഹസ്യങ്ങൾ വേണം. അന്നൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് 1744 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായി മെത്രാന്മാരില്ല, വൈദികർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ഒരു പിടിയില്ല. പക്ഷേ നമ്മുടെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ വലിയ നിർബന്ധമായിരുന്നു ഞങ്ങൾക്ക് ദേവാലയം വേണമെന്നും വൈദികര് വേണമെന്നും കുർബാന വേണമെന്നും എല്ലാം. ആ ഒരു വലിയ താല്പര്യം, വിശ്വാസത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടാതെ കൊണ്ടുപോകാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു കൂദാശ നിമിത്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇതിനായിട്ട് നിങ്ങളുടെയൊക്കെ അധ്വാന ഫലം ഇതിനായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. വലുതുമായ തുകകൾ നിങ്ങൾ ഇതിനായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോബിനച്ഛനും അച്ഛനോട് സഹകരിച്ച എല്ലാവർക്കും ആശംസകളും സ്നേഹവും അഭിനന്ദനങ്ങളും എല്ലാം അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഇടവക സമൂഹത്തെ ആത്മീയതയിൽ വളർത്തട്ടെ, കൂടുതൽ കൂട്ടായ്മയിലെല്ലാം അവിടുന്ന് നിങ്ങളെ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.